ജീവിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർവഹിക്കുകയും മരണമുഖേനയച്ചു മായ്ച്ചു കളയുകയും അക്ഷയമനസ്വരമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷകൾ നിർവഹിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, മഹനീയമായ നിന്റെ പ്രത്യക്ഷയുടെ അവസാന ദിവസത്തിൽ പരേതർനാശരഹിതരായി ഉദ്ധാനം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാരണങ്ങൾ തെളിയിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായി നിന്റെ ദാസനിൽ നിനക്കലകം പകർന്നിടമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടതായ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സകതാ പകർന്നിടമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കിരീടത്തെ കുറിച്ച് കനകം പകർന്നിടമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും ഒഴിവിനും കൂടായി തീരുകയും ചെയ്യുന്ന മാനുഷിക ജനങ്ങളെ കുറിച്ചും കോട്ടകളെ കുറിച്ച് നിനക്ക് കനകം പകർന്നിടമേ. ഒഴിയായി തീരുന്ന ഈ സുന്ദരമായ കാലത്തെ കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസയുടെ റോസ്മായാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ളതിന്റെ ശരീരങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിലും ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ദാസനിൽ കനിവതും നിന്റെ ദൈവാസസ്ഥലത്ത് നിന്റെ മകനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള നിന്റെ മകനെ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമാണ് അവരെ ക്രമീകരിക്കണമേ. ജീവിതകരമായ പുനരുത്ഥാനത്തിനുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് നിന്റെ മകനെ ഇറങ്ങാക്കണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പുഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മകനീയമായ നിന്റെ തേജസ്സാലി നിന്റെ മകനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലത്തുഭാഗത്തുള്ള തരംഗപ്പെട്ടവരോടുകൂടി മഹത്വത്തിൽ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർവമായ ജീവിതം ശേഷിക്കുന്ന പാപികൾ നിന്റെ ദാസരമായ നിങ്ങളെ കരുണാപൂർവമായ നിത്യാനത്തിനും നിന്റെ ഭവനക്കാർക്കും മത്സരന്മാർക്കും ചെയ്തത് നിനക്ക് പ്രീതികരമായ നിന്റെ അവസാനത്തിൽ കരുണാതെ നൽകാ നിന്നിൽ സോദരരെ കാൺമേൽ കവറിൽ പ്രതികരിക്കുന്നു. നിൻ
നേടണമേ പുണ്യം നിന്മഹിമോദേ നാഥനിൽ നിർത്തണമേ വരമായി മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ സമാധാനമനുസരിച്ചുള്ള നല്ല ഒരു അന്ത്യം കാണിച്ചിരിക്കുകയാണ് അവസരം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇസ്ലാം ദേവാലയത്തിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വരുന്ന വിരലുകളാവുന്ന ഏതാനും ചില വ്യക്തികളിൽ ഒരു വ്യക്തിയായിരുന്നു അവസരം.
ലഭിച്ച അവസരങ്ങളെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കുകയും എല്ലാ ദിവസവും ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധം വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അതിരാവിലെ വന്ന് പല പേരുകളൊക്കെ എഴുതിയതിനു ശേഷം പള്ളിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ വളരെ ഭക്തിയോടുകൂടിയുള്ള ജീവിതം നയിച്ച പ്രിയ പാപ്പച്ചാരോട് നാം തുണിക്കുന്നതായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അങ്ങനെയെങ്കിലായി പ്രിയ പാപ്പച്ചാരെ ഓർത്ത് നാം ഒരിക്കലും കുടിക്കേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടുകൂടി യാത്ര അയക്കുവാൻ നമുക്ക് കടപ്പാടുള്ളതെന്നുള്ളതാണ്. വിശ്വാസികൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തുയേശുവിലായാൽ ഒരേ അവസ്ഥ തന്നെ ആകുന്നു. നിദ്ര പ്രാപിച്ചവർ കൂടുതൽ ശോഭിതരായി ജീവനിൽ ഒരു പുതിയ ലോകത്തിൽ ആനന്ദത്തോടെ കഴിയുകയാണ്. അവർ സ്നേഹിച്ച രക്ഷകന്റെ കൂടെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നു. വളരെ പ്രത്യാശയോടുകൂടി ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയ പാപ്പച്ചാരോട് നാം കുടിക്കേണ്ട കാര്യമില്ല. ദൈവത്തോടുകൂടെയുള്ള ഭൗതിക ജീവിതത്തിൽ നിന്നും ദൈവത്തോടുകൂടെയുള്ള നിത്യ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള വാതിലാണ്. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നവർക്ക് മാത്രമേ ആ നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാം ഓർക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുന്നത് നമുക്ക് സാധിക്കണം. ഇപ്പോൾ പരിശുദ്ധ അമൃതമയത്തിന്റെ ദിവസങ്ങളാണല്ലോ. ആ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വൈകിലുമൊക്കെ കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതമാണല്ലോ നയിക്കുന്നത്. അതുകൊണ്ട് ആ കൂട്ടായ്മ നഷ്ടപ്പെടാതെ രൂപാന്തരപ്പെട്ട ഒരു ജീവിതം നയിച്ച് ഈ കർത്തദാസനെ പോലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് കഴിയുക. അതിന് പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശിപ്പിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്ഥിതിക്ക് വേണ്ടി സമാധാനം
Osho Puras Pandavan
നമുക്കും